പതിറ്റാണ്ടായി കേരളത്തിൽ അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസിനെയും ജനാധിപത്യ മുന്നണിയെയും സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. മൂന്നാം വട്ടവും ഇടതുമുന്നണി കേരളത്തിൽ അധികാരം പിടിക്കുന്നത് കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും മാത്രമല്ല, ഇടതുമുന്നണിക്കും CPM-നും കേരളത്തിനും ഏറെ വിനാശകരമാവും. CPM തോന്നിവാസങ്ങൾ വാനോളം ഉയരും. ഹെൽമറ്റ് കൊണ്ട് അടിക്കുന്നത് പോലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പോലീസ് സഹായം തുടരും. റാഗിംഗ് വീരന്മാർക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പുകൾ വെച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യും. ഏറ്റവും അവസാനമായി കടൽ ഖനനം പോലുള്ള ദേശദ്രോഹപരമായ പ്രവർത്തനങ്ങൾക്കും മൗനാനുവാദം കൊടുക്കും. ജീവനക്കാരുടെ ശമ്പളം പോലും തടസ്സപ്പെടാം. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന 1500 രൂപയുടെ പെൻഷൻ പോലും മുടങ്ങാം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുവാൻ ഉള്ളവയാണെന്ന് വരുത്തും. മരുമകന് പകരം മകളെയും മന്ത്രിസഭയിൽ എടുത്തെന്നും വരാം. ആരുണ്ട് ചോദിക്കാൻ? CPM പിണറായി വിജയന്റെ തന്നെ നേതൃത്വത്തിൽ മൂന്നാം ഊഴത്തിന് ശ്രമിക്കുമെന്നാണ് സൂചന. പ്രായപരിധി സംബന്ധിച്ച് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ നിന്നും കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് പിണറായിയെ ഒഴിവാക്കിയത് ആജീവനാന്ത കാലത്തേക്കാണെന്നാണ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വ്യാഖ്യാനം. ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉറപ്പിക്കാനാണല്ലോ കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം EPA പോലുള്ള ജനകീയ നേതാക്കളെ തഴഞ്ഞ് താരതമ്യേന ജൂനിയറായ ഗോവിന്ദനെ പിണറായി പാർട്ടി സെക്രട്ടറി ആക്കിയത്. പ്രായപരിധി സംബന്ധിച്ച നിയമത്തിന് മാത്രമല്ല, തുടർച്ചയായി 2 വട്ടത്തിൽ കൂടുതൽ ഒരു പാർട്ടി പ്രവർത്തകൻ മത്സരിക്കരുതെന്ന നിയമത്തിൽ നിന്നും പാർട്ടി അദ്ദേഹത്തിന് ഒഴിവ് നൽകണം. അതും ഉണ്ടാകാനാണ് സാധ്യത. ഈ നിബന്ധനകൾ എല്ലാം കൊണ്ടുവന്നത് മുതിർന്ന നേതാക്കളായ G സുധാകരൻ, തോമസ് ഐസക്, EP ജയരാജൻ, M ഗുരുദാസൻ, MA ബേബി, രാജു എബ്രഹാം, AK ബാലൻ, PK ശ്രീമതി തുടങ്ങിയവരെ പുറത്തിരുത്തി കേരളത്തിൽ പിണറായിയുടെ സ്വേച്ഛാധിപത്യം നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ഇപ്പോൾ തന്നെ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പോലും കൊടുക്കാനാവാത്ത, മാസം 7000 രൂപ കിട്ടുന്ന ആശാ വർക്കർമാരുടെ ശമ്പള വർധനവിനുള്ള സമരം അന്യായമായി ചിത്രീകരിക്കുന്ന, പദവികളിൽ വെക്കുന്ന സ്വന്തക്കാർക്ക് PSC-ക്കാർക്ക് കൊടുക്കുന്നത് പോലെ നികുതി പണം വാരിക്കോരി നൽകുന്ന, ഭരണത്തിൽ പിടിയുള്ള സഖാക്കളുടെ ധാർഷ്ട്യം ആഘോഷത്തോളം ഉയർത്തുന്ന ഒരു സർക്കാർ നാടിന് മാത്രമല്ല, അവരെ പിന്താങ്ങുന്നവർക്കും ദുരന്തമാവും. പിണറായിയുടെ കാലത്ത് റിട്ടയർ ചെയ്ത ഒരു ചീഫ് സെക്രട്ടറിയും വെറുതെ വീട്ടിലിരിക്കുന്നില്ല. എല്ലാവർക്കും ലക്ഷങ്ങളാണ് പ്രതിഫലം. ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്തവരുള്ള കേരളത്തിൽ 65 കഴിഞ്ഞവരാണ് ഈ പണം വാങ്ങുന്നതെന്ന് ഓർക്കണം. ഇതെല്ലാം തുറന്നു പറയാൻ ഭയമുള്ളപ്പോഴും ഹൃദയത്തിൽ കോറിയിടുന്നവരുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ CPM-നെയും കാത്തിരിക്കുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും ദുരന്തമായിരിക്കും എന്ന് നിരീക്ഷകർ കരുതുന്നത്. ബംഗാളിൽ CPM ഇല്ലാതായെങ്കിലും ജ്യോതി ബാസുവിന്റെ മകൻ ചന്ദൻ ബാസു കോടീശ്വരനായി ജീവിക്കുന്നുണ്ട്. കേരളത്തിലെ CITU-കാർ ഒന്ന് സമരം ചെയ്തിട്ട് കൊല്ലം 10ആയി. കേന്ദ്രം തരാത്തതുകൊണ്ട് ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുവാൻ എല്ലാവർക്കും ഇപ്പോൾ കഴിയുന്നു. സംശയം തോന്നുന്നവർക്ക് ക്ലേശകരമായ സ്ഥലം മാറ്റം കൊടുക്കുവാൻ ഇപ്പോൾ CITU-വിന് സാധിക്കും. വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്ന ദേശാഭിമാനി നിർത്തിയതിന് സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരുണ്ട്. പിണറായി ചിന്തിക്കുന്നതിനെതിരെ ആരും ഒന്നും പറയില്ല എന്നതുകൊണ്ട് മധുര പാർട്ടി കോൺഗ്രസ് ഒരു പിണറായി കോൺഗ്രസ് ആവും എന്ന് കരുതാനാണ് കൂടുതൽ ന്യായം. പിണറായിക്ക് പകരം ഒരു നേതാവില്ലാത്ത CPM, മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒന്നിലധികം പേർ കടിപിടി കൂടുന്ന കോൺഗ്രസിൽ നേതൃത്വ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയുന്നത് വല്ലാത്ത വിരോധാഭാസമല്ലേ? എന്നാലും ഗോവിന്ദൻ സഖാവ് പറയും, അതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. CPM-ഉം അവരുടെ തൊഴിലാളി സംഘടനകളും തൊഴിലാളികളുടെ ഹൃദയങ്ങളിൽ നിന്നും കുടിയിറങ്ങുന്നത് മുതലാക്കുവാൻ പോകുന്നത് BJP ആവും. അതിനുള്ള ചാല് കീറി തുടങ്ങി. BJP സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് മധുര പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കുവാൻ പോകുകയാണ്. ഈ മൃദു സമീപനം പല ഇടപാടുകളിലും പ്രകടമാണ്. ലാവ്ലിൻ കേസ് പോലെ മാസപ്പടി കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ കേസിലും എല്ലാം കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്ന തീക്ഷ്ണത തന്നെ മനസ്സിലാകുന്നവർക്ക് നല്ല സൂചനയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പ്രസംഗിച്ച പ്രധാനമന്ത്രിയാണ് നാട് ഭരിക്കുന്നത് എന്ന് ഓർക്കണം.
തൃശൂരിൽ വോട്ട് കിട്ടാൻ അത് വേണ്ടിയിരുന്നു എന്ന് മോദിക്ക് അറിയാമായിരുന്നു. തൃശൂർ ജയിച്ചതോടെ അതെല്ലാം മറന്നു. പക്ഷേ ജനം അപ്പാടെ എല്ലാം മറക്കില്ല. കേരളത്തിൽ കോൺഗ്രസ് ഭരണം വരാതിരിക്കുവാനും പിണറായിക്ക് മൂന്നാം ഊഴം കിട്ടാൻ സാധിക്കുന്ന എല്ലാ സഹായവും BJP ചെയ്യും എന്നതിന് ധാരാളം സൂചനകൾ ഇപ്പോൾ തന്നെയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി രാജേന്ദ്ര അർക്കർ രാജ്ഭവനിൽ എത്തിയതിൽ പോലും ഈ മനോഭാവം ഉണ്ട്. അലേക്കറുടെ BJP അജണ്ടകൾ പിണറായി കണ്ടില്ലെന്ന് നടിക്കും. അലേക്കർ പിണറായിയെ വാഴ്ത്തുകയും ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് ചർച്ച നടത്തുന്നത് സാധാരണയാവുകയാണ്. ഇത്തരം ഒരു മാറ്റം തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഉണ്ടാകാത്തത് എന്ത് എന്ന് ആലോചിച്ചാൽ കേരളത്തിലെ BJP-CPM ബന്ധത്തിന്റെ പൊരുൾ വായിച്ചെടുക്കാനാവും. കേരളത്തിൽ കോൺഗ്രസ് ഭരണം വരുന്നതിനേക്കാൾ BJPക്ക് നല്ലത് പിണറായി ഭരണമാണ്. BJP ഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്ന CPM തൊലിക്കട്ടി ഭീകരമാണ്. ഇന്നലെ വരെ പറഞ്ഞതെല്ലാം മാറുന്നു. അതാണ് വിഷയം. കേന്ദ്രം ഒരു സഹായവും ചെയ്യുന്നില്ല എന്ന് മുറവിളി കൂട്ടുമ്പോഴും അവരെ സഹായിക്കുന്ന നിലപാടുകൾ എടുക്കുന്നതായി തോന്നുന്നു. കടൽ മണൽ ഖനനം തന്നെ ഏറ്റവും പുതിയ ഉദാഹരണം. ഇതുവരെ CPM ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടില്ല. മൃദു സമീപനം വ്യക്തം. കടൽ ഖനനത്തിന് അനുകൂലമായി നടന്ന റോഡ് ഷോയ്ക്ക് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സഹകരിച്ചതായാണ് വാർത്ത. സൂചന കൃത്യമല്ലേ? സീതാറാം യെച്ചൂരി പോയതോടെ കോൺഗ്രസ് മുന്നണിയുമായുള്ള ബന്ധം തന്നെ ഇല്ലാതാക്കുവാനാണ് നീക്കം. കേരളത്തിൽ ഭരണം പിടിക്കാൻ നടത്തുന്ന ഈ കളി മറുകുറ്റി പായാനും സാധ്യത ഉണ്ട്. അങ്ങനെ വന്നാൽ CPM ഡൽഹിയിലെ ആപ്പ് പോലെയാവില്ലേ? കോൺഗ്രസ് വിരോധമല്ലേ അവരെ ഈ പരുവത്തിൽ ആക്കിയത്? എന്തെല്ലാം കുറവുണ്ടെങ്കിലും കോൺഗ്രസ് ഇല്ലാത്ത BJP വിരുദ്ധ ചേരി ഒന്നുമാവില്ല. അതിന് ശ്രമിക്കുന്നവർ ഫലത്തിൽ BJPയെ സഹായിക്കുകയാണ്. ഞങ്ങളാണ് BJPക്കെതിരെ പോരാടുന്നവർ എന്ന് അവകാശപ്പെട്ട് കൂടെ നിർത്തിയിരിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാകും. അവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നവർ എല്ലാം സൂക്ഷ്മമായി കാണുന്നവരാണ്. അത് വല്ലാത്ത അടിയൊഴുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ ആ സമൂഹം ലീഗിനൊപ്പം ആവും എന്ന് വ്യക്തമാണ്. ലീഗ് തീവ്രവാദ മുസ്ലിം സംഘടനകളുമായി മുമ്പില്ലാത്ത ചങ്ങാത്തം കാണിക്കുന്നതിനെ കുറിച്ച് പിണറായി സങ്കടപ്പെടുന്നത് കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മനസ്സിലാക്കി കൂടിയാണ്. മലബാറിലെ സീറ്റെല്ലാം ലീഗ് പിടിച്ചാലും ലീഗില്ലാത്ത മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആ സമൂഹം ഉടക്കിയാൽ ഇടതുമുന്നണി ശ്വാസം മുട്ടും. ഇത്തരം പിണറായി സഹായം BJPക്ക് ആപത്താണ്. പിണറായിയെ എതിർക്കുന്ന ജനം അവരുടെ കൂടാരത്തെയും വെറുക്കും. ഇതെല്ലാം മനസ്സിലാക്കി വേണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഓരോ തീരുമാനവും എടുക്കുവാൻ. മുഖ്യമന്ത്രി സ്ഥാനം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഉണ്ടാകുന്ന സാധ്യതയാണ്. അതുകൊണ്ട് ആദ്യം കടക്കേണ്ടത് തെരഞ്ഞെടുപ്പ് എന്ന കടമ്പയാണ്. നിയമസഭയിൽ 71 അംഗങ്ങളെ ഉണ്ടാക്കുകയാണ് പ്രധാനം. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വേണ്ടത്. ഈ നേട്ടം കൈവരിക്കുന്നതിന് ഹൈക്കമാൻഡിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. നെഹ്റുവിനെയോ ഇന്ദിരയെയോ പോലെ ജനങ്ങളെ ആകർഷിക്കുന്ന നേതാക്കളൊന്നും ഇന്ന് കോൺഗ്രസിനില്ല. അമ്മയും മകനും മകളും MP-മാരായി അവരുടെ കാര്യം ഉറപ്പിക്കുന്ന മനസ്സാണ് ഇപ്പോഴത്തെ ഹൈക്കമാൻഡിന്റേത്. നസ്രത്തിൽ നിന്നും നന്മ ഒന്നും ഉണ്ടാകില്ല. അവർക്ക് വയനാട് പോലെ ഒരു ഭദ്രമായ സീറ്റാണ് വേണ്ടത്. കേരളത്തിലെ ഭരണം കിട്ടുന്നതും കിട്ടാത്തതും അവർക്ക് വിഷയമല്ല. കിട്ടിയാൽ മുന്നിൽ നിൽക്കാൻ വരും. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി ചെയ്യേണ്ടത് ശശി തരൂരിനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അല്ല, കൊടിക്കുന്നിലിനെയോ വേറെ ആർക്കെങ്കിലുമോ ഇത്തരം ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ മുഖ്യമന്ത്രി ആകുവാനുള്ള ആഗ്രഹത്തെ പാർട്ടി പ്രോത്സാഹിപ്പിക്കണം. നിയമസഭയിൽ 71 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ അവർ അതിനായി കഠിനാധ്വാനം ചെയ്യട്ടെ. തലമുടി ഉണ്ടെങ്കിൽ എങ്ങോട്ടും കെട്ടാമല്ലോ. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും സാധ്യതയുണ്ട്. 2016 പോലെ പാർട്ടി നേതാവാകുന്നത് ഉറപ്പാക്കുവാൻ പലരെയും മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന രീതി ഇല്ലാതിരിക്കണം. നേതാക്കന്മാർ ജയിക്കണം, മറ്റുള്ളവരെ ജയിപ്പിക്കുകയും വേണം. ഇതൊരു പോരാട്ടമാണ്. എതിരാളിയെ പ്രശംസിക്കുന്ന ശല്യർമാർ സ്വന്തം അണികളുടെ ആത്മധൈര്യം ചോർത്തുന്നവരാണ്. അർജുനന്റെ ശേഷി വാഴ്ത്തിയ കർണന്റെ തേരാളി ശല്യർ ശരിക്കും ബാറ്റ് ചെയ്തത് പാണ്ഡവർക്ക് വേണ്ടി ആയിരുന്നില്ലേ?
തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന മുഖ്യമന്ത്രി പദവി ആയുധമാക്കി തെരഞ്ഞെടുപ്പിൽ ജയിച്ച സംഭവങ്ങൾ കേരള ചരിത്രത്തിലുണ്ട്. വിമോചന സമരത്തിന് ശേഷം 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി PSP-കാരനായ പട്ടം താണുപിള്ള ആയിരുന്നു. മുന്നണിയിലെ വലിയ കക്ഷി കോൺഗ്രസും ആയിരുന്നു. പട്ടത്തെ ഗവർണറാക്കി നാടുകടത്തിയപ്പോൾ അടുത്ത PSP-കാരന് പദവി കൊടുത്തില്ല. കോൺഗ്രസ് അങ്ങെടുത്തു. ശങ്കർ മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് ഭരണമാണ് വലുതെന്ന് മനസ്സിലാക്കി ചാക്കോ ശങ്കറെ പിന്താങ്ങി. ഒരു മുസ്ലിം സ്ത്രീയുടെ വയറ്റിൽ പിറന്നതുകൊണ്ടാണ് തനിക്ക് മുഖ്യമന്ത്രി പദവി കിട്ടാത്തത് എന്ന് അന്ന് PSP-യിലെ രണ്ടാമൻ PK കുഞ്ഞുസാഹിബ് പരസ്യമായി വിലപിച്ചു. 1969 അന്നത്തെ സപ്തകക്ഷി മുന്നണി പൊളിച്ച് CPI-യും RSPയും ലീഗും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ ഐക്യമുന്നണിക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനായത് അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. കോൺഗ്രസ് പിന്തുണയോടെ ഒരു മന്ത്രിസഭയ്ക്ക് താനില്ലെന്ന് ശാഠ്യം പിടിച്ച അച്യുതമേനോൻ മണിക്കൂറുകൾ കൊണ്ട് നിലപാട് മാറ്റി മുഖ്യമന്ത്രിയായി. ആ മന്ത്രിസഭ നിയമസഭയെ ആദ്യമായി അഭിമുഖീകരിക്കുവാൻ RSP നേതാവ് TK ദിവാകരനായിരുന്നു സഭാ നേതാവ്. 1979 CH മുഹമ്മദ് കോയയെ മുഖ്യമന്ത്രിയാക്കിയാണ് കരുണാകരൻ ഇന്ദിരാ കോൺഗ്രസിന് തിരിച്ചുവരവിന് വഴിയൊരുക്കിയത്. അടിയന്തരാവസ്ഥയുടെ പാപഭാരം പേറിയ ഇന്ദിരാ കോൺഗ്രസിനെ അന്ന് കേരളത്തിൽ ആർക്കും വേണ്ടായിരുന്നു. 1979 PK വാസുദേവൻ നായർ മന്ത്രിസഭയുടെ രാജി കരുണാകരൻ ശരിക്കും അവസരമാക്കി. ഇഷ്ടദാന ബിൽ പാസാക്കണമെന്നായിരുന്നു ലീഗിന്റെ ആഗ്രഹം. അതിനോട് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഉണ്ടായിരുന്ന താൽപര്യം കരുണാകരൻ മുതലാക്കി. CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ വന്നു. കരുണാകരനായിരുന്നു കർട്ടന് പിന്നിൽ. ആ സർക്കാർ 1 മാസമാണ് ഭരിച്ചത്. അതും കരുണാകരന് നന്നായി. അദ്ദേഹത്തിന് ഇന്നത്തെ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാനായി. 1979 CPM-ഉം നടത്തി ഇത്തരം ഒരു കളി. KM മാണിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവർ ഗവർണറുടെ മുന്നിൽ ബദൽ മന്ത്രിസഭയ്ക്ക് ശ്രമിച്ചു. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ഗവർണർ ജ്യോതി വെങ്കിടാചലം മാണിയുമായി ചർച്ചകളും നടത്തി. പക്ഷേ കരുണാകരൻ കളിച്ചു. മാണി ഔട്ടായി. കേരളം വോട്ടെടുപ്പിലേക്ക് നീങ്ങി. 1981 നായനാർ സർക്കാരിനെ വലിച്ചിട്ട് ജനാധിപത്യ മുന്നണി സർക്കാർ വന്നപ്പോൾ ലീഗും ജോസഫ് കേരളയും പഴയ സ്നേഹം വെച്ച് കരുണാകരന് പകരം ആന്റണിയെ മുഖ്യമന്ത്രിയാക്കുവാൻ കളിക്കുമോ എന്ന ഭയം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. അതിന് തടയിടാൻ ഇടതുമുന്നണി വിട്ട് KM മാണിയും പാർട്ടിയും കളിച്ചു. ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി വോട്ട് പിടിച്ചിട്ട് അധികാരം കിട്ടിയപ്പോൾ ജനങ്ങളെ വഞ്ചിച്ചത് CPM ആണ്. 1987 KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കും എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണവും മുദ്രാവാക്യങ്ങളും. പക്ഷെ പാർട്ടി ജയിച്ചപ്പോൾ പദവി നായനാർക്ക് കൊടുത്തു. ഗൗരിയമ്മ ഔട്ട്. ഗൗരിയമ്മയുടെ ധാർഷ്ട്യം പാർട്ടി നേതാക്കൾക്ക് പോലും തലവേദനയായി. ആ മന്ത്രിസഭയുടെ കാലത്ത് ഗൗരിയമ്മയിൽ നിന്നും എക്സൈസ് വകുപ്പ് മാറ്റിയ സംഭവവും ഉണ്ടായി. നല്ല പുലിക്കുഞ്ഞു പോലെ ഭരിച്ചിരുന്ന നായനാർ മന്ത്രിസഭയ്ക്ക് 1 വർഷം കൂടി കാലാവധി ഉണ്ടായിരിക്കെ 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ CPM തയ്യാറായത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയിലെ ഏകാധിപതിയും ആയിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവാനുള്ള തിരക്ക് കൊണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ടും VS മത്സരിച്ചു, ജയിച്ചു. ജനം പക്ഷേ ജനാധിപത്യ മുന്നണിക്കാണ് അധികാരം കൊടുത്തത്. CPM നായനാരെ തന്നെ പ്രതിപക്ഷ നേതാവും ആക്കി. അന്ന് സാക്ഷാൽ EMS ആണ് കരുക്കൾ നീക്കിയത്. അവസാനം VS ബംഗാൾ നേതാക്കളുടെ സഹായത്തോടെയാണ് പ്രതിപക്ഷ നേതാവായത്. നായനാർ പാർട്ടി സെക്രട്ടറിയും ആയി. 1996 ഇടതുമുന്നണി ജയിച്ചു. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ച് മത്സരിച്ച VS പക്ഷേ സ്വന്തം തട്ടകമായ മാരാരിക്കുളത്ത് തോറ്റു. പാർട്ടി കാലുവാരി എന്ന് എല്ലാവരും മനസ്സിലാക്കി. CITU-വിനായിരുന്നു പാപഭാരം. അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AKGയുടെ ഭാര്യ സുശീല ഗോപാലനെ കൊണ്ടുവന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് സുശീലയെ അംഗീകരിച്ചു. പക്ഷേ അന്തിമ തീരുമാനത്തിനായി സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ കളി വേറെ വന്നു. VS-ഉം നായനാരും ഒന്നിച്ചു. പാർട്ടി സെക്രട്ടറി EK നായനാർ മുഖ്യമന്ത്രി പദവിക്കായി സംസ്ഥാന കമ്മിറ്റിയിൽ മത്സരിച്ചു, ജയിച്ചു. സുശീല ഔട്ടായി. നായനാർ വീണ്ടും മുഖ്യമന്ത്രിയായി. 1991 1996 തുടർച്ചയായി മത്സരിച്ച VS-ന്
2001 തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചു. CPM-ൽ കലാപമായി. VS-ന് വേണ്ടി പരസ്യ പ്രകടനങ്ങൾ നടന്നു. പിണറായി കളി തുടങ്ങുകയായിരുന്നു. അവസാനം ചിറകുകൾ അരിഞ്ഞ് സ്ഥാനാർത്ഥിയായി, പ്രതിപക്ഷ നേതാവുമായി. 2006-ലും VS ഒതുക്കപ്പെടുന്ന നില വന്നു. അവസാനം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സീറ്റ് കൊടുത്ത് മുഖ്യമന്ത്രിയായി. പക്ഷേ പിണറായി ആയിരുന്നു യഥാർത്ഥ ഭരണം. VS-ന്റെ വിശ്വസ്തരെല്ലാം പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ടു. 2011-ൽ VS തന്നെ പ്രതിപക്ഷ നേതാവായി, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും. ഉമ്മൻചാണ്ടി സർക്കാർ തുടർഭരണം നേടും എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. 2015-ൽ ഇടതുപക്ഷം വീണ്ടും ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാണിയെ അടർത്തി മന്ത്രിസഭയ്ക്കുള്ള നീക്കം നടത്തി. അത് കണ്ട് ഭയന്ന കോൺഗ്രസ് വെടക്കാക്കി തനിക്കാക്കുവാൻ കൊണ്ടുവന്ന ബാർക്കോഴ കേസ് മാണിയുടെ മാത്രമല്ല കോൺഗ്രസിന്റെയും അന്തകനായി. താക്കോൽ സ്ഥാനത്തിന് രമേശ് ചെന്നിത്തല നടത്തിയ കളികളും ആപത്തായി. രമേശ് വല്ലാത്ത കളി കളിച്ചിരുന്നില്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. ബാർക്കോഴയിലടക്കം രമേശ് കളിച്ചു. ആ കളികളിലൂടെ 2016-ൽ പിണറായി മുഖ്യമന്ത്രിയായി. 2016-ൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സതീഷിന് കൊടുത്തിരുന്നെങ്കിൽ 2021-ൽ തന്നെ കളി മാറുമായിരുന്നു. 2016-ൽ ജനാധിപത്യ മുന്നണിക്ക് വലിയ അന്തചിത്രങ്ങളുണ്ടായി. ഇരുമ്പുണ്ട തിന്നിട്ട് ചുക്കുവെള്ളം കുടിക്കുന്നവരെ പോലെയായി കോൺഗ്രസ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആവാൻ പലർക്കുണ്ട് കോൺഗ്രസിൽ ആഗ്രഹം. നേതാവില്ലാത്തതല്ല, നേതൃത്വ ബാഹുല്യമാണ് വിഷയം. തരൂർ കഴിവുള്ള നേതാവാണ്. ഞാൻ മാത്രമാണ് കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ് അംഗീകരിക്കുക? തരൂർ അന്തർദേശീയ തലത്തിൽ കഴിവുള്ള ആളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ അത് അയോഗ്യത ഒന്നുമല്ല. പക്ഷേ അഡീഷണൽ യോഗ്യത മാത്രമാണ്. യഥാർത്ഥ യോഗ്യത വേറെയാണ്. ഈ കഴിവുള്ള വേറെയും നേതാക്കന്മാർ ഉണ്ട്. കരുണാകരനെയോ ആന്റണിയെയോ ഉമ്മൻചാണ്ടിയെയോ പോലുള്ളവർ ഉണ്ടോ എന്ന് ഇപ്പോൾ പറയാനാവില്ല. അവർക്ക് കിട്ടിയ അവസരങ്ങൾ കിട്ടിയ ആരും ഇല്ല എന്നതാണ് പ്രധാന കാരണം. പക്ഷേ കേരളത്തിലെ പൊതുജീവിതത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ച അനുഭവവും അടുപ്പവും ഉള്ളവരാണ് മറ്റു പല നേതാക്കളും. ഇതിനിടെ തരൂർ നല്ല ക്രൗഡ് പുള്ളറാണെന്നും അദ്ദേഹത്തെ വേണ്ടവിധം ജനാധിപത്യ മുന്നണി ഉപയോഗിക്കണമെന്നും ലീഗ് നേതാവ് സൈദലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത് ഒരു സൂചനയാണ്. കേരളത്തിന്റെ തലത്തിലുള്ള കളികൾ വശമില്ലാത്ത തരൂരിനെ ലീഗ് താങ്ങുന്നത് ഗൂഢലക്ഷ്യത്തോടെയല്ലേ എന്ന് സംശയിക്കുന്നവരും ഉണ്ട്. പഴയകാല നേതാക്കന്മാരെ പോലെ ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ഉണ്ടോ എന്നും തീർച്ചയില്ല. കാരണം അതും തെളിയിക്കപ്പെട്ടിട്ടില്ല. കിട്ടിയ സാഹചര്യം ഉപയോഗിച്ചും ജനപ്രിയരാകുവാൻ കഴിയാത്തവരുണ്ട്. സതീഷിനെ കുറിച്ച് അത്തരം പരാതിയുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിനെ കുറിച്ചും ഉണ്ട്. അത്തരം പരാതി തരൂരിന്റെ MP ഓഫീസിനെ കുറിച്ചും ഉണ്ട്. രാഷ്ട്രീയം ഒരു പോരാട്ടമാണ്. അതിൽ എതിരാളിക്ക് ഗുണം ചെയ്യുന്നവ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വിവേകമില്ലായ്മയാണ്. തരൂർ ഇപ്പോൾ ഇടത് സർക്കാരിന്റെയും വ്യവസായ നയത്തെയും മോദി സർക്കാരിന്റെ വിദേശ നയത്തെയും പ്രശംസിച്ചു. കയ്യിൽ കിട്ടിയ ഏതാനും വിവരം വെച്ചായിരുന്നു ആ പ്രതികരണം. കിട്ടിയ വിവരങ്ങൾ ശരിയോ എന്ന് പോലും പരിശോധിച്ചില്ല. തരൂരിന്റെ വിലയിരുത്തൽ ശരിയല്ല എന്ന് വാദിക്കുന്ന വേറെയും കണക്കുകൾ പുറത്തുവരുന്നുണ്ട്. തരൂർ പ്രശംസിച്ച സ്റ്റാർട്ടപ്പുകൾ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവനയാണ്. 2013-ലെ ബജറ്റിൽ 1000 സ്റ്റാർട്ടപ്പുകൾക്കായി വക കൊള്ളിച്ചത് അന്നത്തെ ധനമന്ത്രി മാണിയാണ്. തരൂർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് മോദിയെയും പിണറായിയെയും പ്രശംസിക്കുമ്പോഴാണ് അവർക്കിഷ്ടം. അവരുടെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ചെയ്താൽ അവർക്ക് വലിയ കാര്യമായി തോന്നില്ല. എന്തുകൊണ്ട് എന്ന് തരൂർ ചിന്തിക്കണം. പണ്ട് KV തോമസിന് വലിയ പിണറായി ഭക്തിയായിരുന്നു. അദ്ദേഹം ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ വാഴുന്നു. യാത്രാക്കൂലി 11 ലക്ഷം വാങ്ങിച്ചു. അതിനെല്ലാമായിരുന്നു ആ പ്രശംസകൾ എന്ന് ഇന്ന് ജനം വായിച്ചെടുക്കുന്നു. രാഷ്ട്രീയ പരിഗണനകൾ ഇല്ലാതെ വിലയിരുത്തേണ്ടത് മാധ്യമങ്ങളാണ്. അവർ കളി പറയുന്നവരാണ്. നല്ലത് നല്ലതെന്നും ചീത്ത ചീത്തയെന്നും പറയണം. ഇത്തരം സാഹചര്യത്തിൽ എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ എനിക്ക് മറ്റു വഴികളുണ്ട് എന്ന് പറയുന്ന ഭീഷണി ആരാണ് വകവയ്ക്കുക? ആർക്കാണ് അത്തരം ഭീഷണി മുഴക്കാനാവാത്തത്? കോൺഗ്രസിൽ വിട്ടുപോയവരെല്ലാം അങ്ങനെ കരുതിയവരാണ്. അതായത് പ്രമുഖ നേതാക്കളെല്ലാം. എങ്കിലും വേറെ പല വഴിയുള്ളവരാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയവർക്കെല്ലാം ഇങ്ങനെ പറയാനാവില്ലേ? ഇത്തരം ഭീഷണി മുഴക്കി പദവി നേടുന്നവൻ നാളെ എതിരാളിക്കൊപ്പം ചേർന്നാലോ?
കോൺഗ്രസിന് അതും നോക്കേണ്ടതില്ലേ? കേരളത്തിൽ സാധാരണക്കാർക്ക് ഒരു പരിചയവും ഇല്ലാതിരുന്ന തരൂരിനെ രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ ആളാക്കിയത് കോൺഗ്രസ് ആണ്. വിഴിഞ്ഞം സമരത്തിൽ തരൂർ കൈക്കൊണ്ട പിണറായി ലൈൻ സമരക്കാർക്ക് എതിരായിട്ടും ലോക്സഭയിലേക്ക് അവർ ജയിപ്പിച്ചത് മോദി സ്തുതി നടത്താനല്ല. കേരയിൽ വിഷയത്തിൽ കേരളത്തിലെ UDF MP-മാർക്കൊപ്പം തരൂർ നിന്നില്ല, നിവേദനത്തിൽ ഒപ്പിട്ടില്ല. അത് കേരയിൽ സമരം നടത്തിയവർക്കറിയാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം വിഷയമാവും. BJP ജയിക്കാതിരിക്കുന്നതിനു വേണ്ടി കൂടി തരൂരിനെ ജയിപ്പിച്ച തീരദേശം തരൂർ കോൺഗ്രസുകാരനായി തന്നെ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ജയിപ്പിക്കുമോ? മുഖ്യമന്ത്രി ആകണമെങ്കിൽ നിയമസഭയിൽ എത്തണ്ടേ? കോൺഗ്രസ് ടിക്കറ്റിൽ എവിടെ നിന്ന് തരൂർ ജയിക്കും? ഇതെല്ലാം വിഷയങ്ങളാണ്. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. കോൺഗ്രസ് ജയിക്കട്ടെ. പ്രയോജനം എല്ലാവർക്കും ഉണ്ടാവും. തരൂർ കോൺഗ്രസിൽ മത്സരിച്ച് തോറ്റവനാണ്. ജയിക്കുന്നവരാണ് ഭരിക്കുക. തോൽക്കുന്നവർ അത് മനസ്സിലാക്കണം. എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറയുന്നവർ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് ശഠിക്കുകയാണ്. അത് കേരളത്തിൽ നടപ്പാകുമോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പദം കൊതിക്കുന്നവരെല്ലാം കൂടി കോൺഗ്രസിനെ ജയിപ്പിക്കുക. അല്ലെങ്കിൽ വിളക്കും കെടാം, വണ്ടും കരിയാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഏറെ വിജ്ഞാനപ്രദമായ സൂക്തങ്ങൾ പറയാറുള്ള നേതാവാണ്. അദ്ദേഹം പറയുന്നത് CPM വളരെ കാലമായി പറയുന്നതാണ് തരൂർ പറയുന്നത് എന്നാണ്. കോൺഗ്രസിൽ വല്ലാത്ത നേതൃദാരിദ്ര്യം ഉണ്ടെന്നാണ് CPM വളരെ കാലമായി പറയുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഏത് കാലത്താണോ കോൺഗ്രസിന് നേതൃദാരിദ്ര്യം ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. കോൺഗ്രസിന്റെ പ്രശ്നം വാസ്തവത്തിൽ നേതാക്കളുടെ ദാരിദ്ര്യമല്ല, ബാഹുല്യമാണ്. പറഞ്ഞ കൂട്ടത്തിൽ 20 കൊല്ലം കൊണ്ട് കേരളത്തെ വികസിത രാജ്യത്തിന് തുല്യമാക്കും എന്നുവരെ ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയക്കാരെല്ലാം വല്ലാതെ വികസിക്കും, കോടീശ്വരന്മാരാവും. സർക്കാർ ഖജനാവിൽ നിന്നും PSC-കാരെ പോലെ പണം ഊറ്റും. എല്ലാ പദവിക്കും ചിന്തിക്കാനാവാത്ത പ്രതിഫലം. പാവങ്ങൾക്ക് 233 രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിലെ കൂലി കേരളത്തിൽ പോരെന്ന് വാദിച്ചവരാണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത്. കേരളത്തിലെ ആശാവർക്കർമാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം കൂട്ടണം എന്നും ആവശ്യപ്പെട്ട് ഫെബ്രുവരി 10 മുതൽ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ്. ആശാവർക്കർമാരുടെ പ്രമുഖ സംഘടനയായ CITU സമരത്തെ എതിർക്കുകയാണ്. CITU-കാർ SUCI-യോട് ആഭിമുഖ്യം പുലർത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം എന്നത് കുറ്റമാവും. ഏറെ വലിയ സാമൂഹിക സേവനം നടത്തുന്നവരാണ് ആശാവർക്കർമാർ. അവരുടെ പ്രതിദിന ശമ്പളമാകട്ടെ 232 രൂപയും. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് പോലും 346 രൂപ ദിവസക്കൂലി കൊടുക്കുന്ന നാടാണ് കേരളം. ഇവിടെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന കൂലി കുറവാണെന്ന് പോലും തോന്നാത്ത CITU എങ്ങനെയാണ് തൊഴിലാളി സംഘടന ആകുന്നത്? അവരുടെ സമരത്തിന് പിന്തുണ കൊടുക്കുന്നില്ല എന്നത് പോട്ടെ, അവരെ നിന്ദിക്കുക കൂടി ചെയ്യുന്നു. CITU-വിന്റെ സമുന്നത നേതാവ് ഇളമരം കരീം സമരക്കാർ പാട്ടപ്പിരിവ് നടത്തുന്നു എന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. സമരം നടത്തുന്നത് പാവങ്ങളാവുമ്പോൾ അവർക്ക് പാട്ടപ്പിരിവില്ലാതെ എന്ത് മാർഗം? പണമുള്ള CITU-കാർ 28-ന് ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്തുകയാണ്. അപ്പോൾ ആവശ്യങ്ങൾ ന്യായം എന്ന് വ്യക്തം. പല തൊഴിലാളി സംഘടനകൾക്ക് പ്രവർത്തിക്കാം എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണോ എന്നതാണ് അടുത്ത ചോദ്യം. സർക്കാർ ജീവനക്കാർക്ക് ഒരു തവണ കിട്ടുന്ന ക്ഷാമബത്ത വർധന പോലും പ്രതിമാസ ശമ്പളമായി കിട്ടാത്തവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവരുടെ സമരം ന്യായമാണ്. സർക്കാരിനോടുള്ള അമിത വിധേയത്വം മൂലം CITU സമരം ചെയ്യുന്നില്ലെങ്കിലും അവരുടെ സംഘടനയിൽ പെട്ടവരും മനസ്സുകൊണ്ട് ഈ സമരത്തിലുണ്ടാവണം. തങ്ങൾക്കൊഴികെ ആർക്ക് സഹായം കൊടുക്കുന്നതിനെയും എതിർക്കുന്ന ശൈലി എല്ലാ സംഘടനകൾക്കും ഉണ്ടാകുന്നത് മനുഷ്യത്വം ഇല്ലായ്മയാണ്. ഇടതു ഭരണകാലത്ത് തൊഴിലാളി സംഘടനകൾക്ക് സമരം നടത്താനല്ല, പ്രവർത്തിക്കാൻ പോലും അനുവാദം ഇല്ലെന്ന ധാരണ പടരുന്നത് ഇടത് സർക്കാരിന് നല്ലതാണോ? സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി അടക്കമുള്ള പല പ്രമുഖരും സമരത്തെ അനുകൂലിക്കുന്നുണ്ട്. പാവപ്പെട്ട ആശാവർക്കർമാർക്ക് വേണ്ടി നടത്തുന്ന സമരത്തിന് ജനപിന്തുണയും കൂടി വരുന്നുണ്ട്.
സമരക്കാരെ കൈകാര്യം ചെയ്യാൻ വണ്ടി നിർത്തി വഴിയിൽ ഇറങ്ങിയ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഫലത്തിൽ സമരത്തിന് അനുകൂലമായ വികാരം ഉണ്ടാക്കുകയാണ്. സമരക്കാരെ അവരുടെ നടുവിൽ ഇറങ്ങി നിന്ന് വെല്ലുവിളിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ധിക്കാരമെങ്കിലും ആണ്. ഒരിക്കൽ മാധ്യമപ്രവർത്തക ആയിരുന്ന ആരോഗ്യമന്ത്രിക്ക് എന്തു പറ്റിയാവോ? ആശാവർക്കർമാരുടെ സമരം ശക്തമാവുകയാണ്. സമരം പരാജയപ്പെടുത്താനുള്ള സർക്കാർ ശ്രമങ്ങളും. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന കടൽ മണൽ ഖനന കാര്യത്തിൽ പിണറായി സർക്കാർ പുലർത്തുന്ന നിസ്സംഗത ഇടതുമുന്നണിക്കാരെ പോലും സംശയിപ്പിക്കുന്നുണ്ടാവണം. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നീല ഇക്കണോമി നയത്തിന്റെ ചുവട് പിടിച്ച് 2002 ഓഫ്ഷോർ ഏരിയാസ് മിനറൽ നിയമത്തിൽ 2023 കൊണ്ടുവന്ന ഭേദഗതികളാണ് തീരക്കടലിൽ ഉൾപ്പെടെ ധാതു ഖനനത്തിന് വഴി ഒരുക്കുന്നത്. കടലിലെ ധാതുക്കളും ഖനിജങ്ങളും പ്രകൃതി വാതകങ്ങളും വരുമാന മാർഗമാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. സമുദ്രങ്ങളും സമുദ്ര വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ രൂപപ്പെട്ടതാണ് ബ്ലൂ ഇക്കണോമി പോളിസി. സമുദ്രത്തിന്റെ 30% എങ്കിലും 2030 സംരക്ഷിതമായി നിർത്താം എന്ന ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വിരുദ്ധമാണ് പുതിയ കടൽ മണൽ ഖനന നീക്കം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളത്തിലുള്ള 74.5 കോടി ടൺ മണൽ 25 വർഷത്തേക്ക് ഉപയോഗത്തിന് ഉണ്ടാകുമെന്നാണ് കണക്ക്. മണലിന്റെ റോയൽറ്റി, കപ്പൽ ഗതാഗതം, വ്യാപാരം, GST എന്നിവയിലൂടെ ലഭിക്കുന്ന കോടികൾ കൊണ്ട് ഖജനാവ് നിറയ്ക്കാനാണ് ലക്ഷ്യം. കേരളം, ഗുജറാത്ത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ കടലിൽ നിന്നും മണലും ധാതുക്കളും ഉൾപ്പെടെ ഖനനം ചെയ്യാൻ കേന്ദ്ര മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു. ഇതിന്റെ കരട് രേഖ ഇംഗ്ലീഷ് പത്രങ്ങളിൽ മാത്രം പ്രസിദ്ധീകരിച്ചു. ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കുവാൻ കൊടുത്തത് 10 ദിവസം. ഫെബ്രുവരി 22 എല്ലാ നടപടികളും പൂർത്തിയായി. ആരും ഒന്നും അറിഞ്ഞില്ല. അറിഞ്ഞു വന്നപ്പോഴേക്കും നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായി. കടലോര മേഖലയെ സ്നേഹിക്കുന്ന ആർക്കും അംഗീകരിക്കാനാവാത്ത തീരുമാനമാണത് എന്ന് ഇടത് വലത് മുന്നണികളിലെ പ്രമുഖർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയാണ് ഇത് സംബന്ധിച്ച് ഗൗരവകരമായ പഠനവുമായി ആദ്യം കളത്തിലിറങ്ങിയത്. CPIയും പരസ്യമായി കടൽ മണൽ ഖനനത്തെ എതിർത്ത് രംഗത്ത് വന്നു. പ്രതിപക്ഷം ഒന്നടക്കം ഖനനത്തിനെതിരെ രംഗത്തുണ്ട്. ഫെബ്രുവരി 27 തീരദേശ ഹർത്താൽ നടന്നു. ക്രൈസ്തവ സഭാ നേതൃത്വവും കടൽ മണൽ ഖനനത്തിനെതിരെ രംഗത്തു വന്നു. എങ്കിലും ആത്മാർത്ഥമായ എതിർപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കൊല്ലത്തെ പരപ്പ് എന്ന പ്രദേശത്താണ് കടൽ മണൽ ഖനനം നടക്കുക. 48.5 മീറ്റർ മുതൽ 62.5 മീറ്റർ വരെ ആഴത്തിലാണ് ഖനനം നടക്കുന്നത്. ഇതോടെ ആവാസ വ്യവസ്ഥ താറുമാറാകുമെന്നും മത്സ്യസമ്പത്ത് ഇല്ലാതാവും എന്നുമാണ് ഭയപ്പെടുന്നത്. 242 ചതുരശ്ര മീറ്റർ മേഖലയിൽ നടക്കുന്ന ഖനനം മൂലം കടൽ മണ്ണിനൊപ്പം വിലപിടിപ്പുള്ള ധാതുക്കളും നഷ്ടപ്പെടും. 245 ദശലക്ഷം മണ്ണ് എടുക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. 1 ദശലക്ഷം ടൺ മണലിന് 4700 കോടി രൂപയാണ് വില. അതായത് 11,51,500 കോടിയുടെ ഇടപാട്. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈ, ഗാർനേറ്റ്, സിൽക്കോൺ, സില്ലിമനൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവ അടങ്ങുന്ന കേരളത്തിലെ പൊതുസ്വത്തായ കരിമണൽ സ്വകാര്യ കുത്തകകൾക്കായി നൽകുന്നു. പ്ലേസർ മിനറൽസ് എന്നറിയപ്പെടുന്ന ഇവയുടെ വ്യവസായ മൂല്യം $120 മില്യൺ ആണെന്ന് ശൈലേഷ് നായിക് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. നാടൻ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗമായ മത്സ്യബന്ധനവും സമുദ്ര വിഭവ ശേഖരണവും ലംഘിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാർ നീക്കം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനവും ഭരണകൂട അനീതിയും ആണെന്ന് ഇടതുമുന്നണി നേതാവ് ജോസ് കെ മാണി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചു മാത്രം അഭിപ്രായങ്ങൾ പറയുകയും പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന നേതാവാണ് താനെന്ന് അദ്ദേഹം ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. ജോസ് ഇപ്പോൾ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നത് നല്ല സൂചനയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം വനാതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലയിലെ ജനങ്ങളുടെ മരണ വാറണ്ടാണ് എന്ന് ജോസ് കെ മാണി നിയമം ഭേദഗതി ചെയ്യാൻ വിസമ്മതിക്കുന്ന കേന്ദ്ര സർക്കാർ ആരാച്ചാറുടെ റോൾ അഭിനയിക്കുന്നു.
വനത്തിലായാലും ജനവാസ മേഖലയിലായാലും വന്യമൃഗത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമാണ് ഉദ്യോഗസ്ഥർ മുൻഗണന നൽകുന്നത്. 2022 ഭേദഗതി ചെയ്ത് ഈ പരുവത്തിൽ ആക്കിയ 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് MLA-മാർ ന്യൂഡൽഹിയിൽ ധർണ നടത്തുവാൻ തീരുമാനിച്ചതും പുതിയ തുടക്കമാണ്. പാർട്ടിക്ക് പുത്തൻ കർമ്മലക്ഷ്യങ്ങൾ പകരാൻ ജോസിനാകുന്നു. മാണിസാറിന്റെ അതേ പാത. കേരള തീരത്ത് കടൽ ഖനനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ആണെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബി ബേബി ജോൺ ആരോപിച്ചു. ആദ്യഘട്ടം ഖനനത്തിന് കൊല്ലം തീരം തെരഞ്ഞെടുത്തതിന് പിന്നിൽ കരിമണലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കടൽ മണൽ ഖനനത്തിന്റെ പ്രചാരണത്തിനായി വന്ന കേന്ദ്ര മൈനിംഗ് സെക്രട്ടറി പങ്കെടുത്ത പരിപാടികളുടെ ചെലവ് സംസ്ഥാന സർക്കാരാണ് വഹിച്ചത് അദ്ദേഹം പറഞ്ഞു. ജനുവരി 10 കേന്ദ്ര മൈനിംഗ് സെക്രട്ടറി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലും 11 കൊച്ചിയിൽ നടത്തിയ റോഡ് ഷോയിലും സംസ്ഥാന വ്യവസായ സെക്രട്ടറി പങ്കെടുത്തു. പരിപാടികൾക്കായി പൊതുമേഖലാ സ്ഥാപനമായ KMML 2 ലക്ഷം രൂപ സംഭാവന നൽകി. പിണറായി സർക്കാരിന്റെ 2 വള്ളത്തിലുമുള്ള യാത്രയെക്കുറിച്ച് ഷിബു ഉന്നയിക്കുന്ന സംശയം ഇപ്പോൾ ശക്തമാവുന്നുണ്ട്. ജോസും ബിനോയ് വിശ്വവും ഉറച്ചുനിന്നാൽ കളി മാറും. BJP നേതാവ് ജോർജിനെതിരെ ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് മുസ്ലിം യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ജോർജ് അറസ്റ്റിലായി. അറസ്റ്റ് ഒഴിവാക്കുന്നതിന് ജോർജ് നടത്തിയ നിയമ പോരാട്ടങ്ങളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. ജാമ്യം കിട്ടാത്ത വകുപ്പനുസരിച്ചാണ് കേസ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തില്ല. റിമാൻഡിലായ ജോർജ് കൂടുതൽ പോപ്പുലറായി. എങ്കിലും ഒന്നുണ്ട്, ജോർജ് നാവിനെ നിയന്ത്രിക്കണം. BJPയിൽ ചേർന്നിട്ടും ജോർജിന് നല്ല കാലം വരാത്തതിൽ, ജോർജിനെ വേണ്ടവിധം പാർട്ടി ഉപയോഗിക്കാത്തതിൽ BJPയെ മാനസികമായി പിന്താങ്ങുന്നവർക്ക് അമർഷമുണ്ട്. എല്ലാം നന്നായി വരട്ടെ. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.